ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പുതിയ ബിൽ പാസാക്കി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും വിദ്യാർത്ഥി സമരം അടിച്ചമർത്തിയതിലും കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിൽ തന്നെയാണോ എന്ന ചോദ്യമാണ്. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ സഭയ്ക്കുള്ളിലും പുറത്തും പ്രതിഷേധം ശക്തമാവുകയാണ്. 6ാം ദിനവും ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവെച്ചു. വിദ്യാർത്ഥി സമരം അടിച്ചമർത്താൻ ശ്രമിച്ച ആ രീതിയുണ്ടല്ലോ, ആ രീതിയിലെ വിമർശനത്തിൽ സർക്കാരിന് പക്ഷേ ഇപ്പോഴും ന്യായീകരണമില്ല. सबके विचार आए और लोकतंत्र की यही प्रक्रिया में मैं सदन से अपेक्षा करता हूं कि आप नारेबाजी तख्तियों की जगह चर्चा करें, संवाद करें. വിദ്യാർത്ഥികൾക്കു നേരെയുണ്ടായ ക്രൂരമായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ സഭയിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷം. വർഷകാല സമ്മേളനത്തിന്റെ 6ാം ദിവസവും സഭ ബഹളത്തിൽ മുങ്ങി. കേന്ദ്രം പരസ്യമായി മാപ്പു പറയണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും രാഹുൽ ഗാന്ധി. പ്രക്ഷോഭം അവസാനിപ്പിച്ചാൽ കേസെടുക്കില്ലെന്ന് ഉറപ്പു നൽകിയ കേന്ദ്രം വാക്കുപാലിക്കുന്നില്ലെന്ന ആരോപണവുമായി CJPയും രംഗത്തെത്തി. അതേസമയം തെരുവിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ അമിതാധികാരം ഉപയോഗിച്ച പോലീസിന് സുപ്രീം കോടതിയിൽ നിന്ന് കടുത്ത പ്രഹരമേറ്റു. പോലീസ് അതിക്രമം അഴിച്ചുവിടരുതെന്നും സമാധാനപരമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. മുഖം രക്ഷിക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോഴും അതത്ര എളുപ്പമാകില്ലെന്നാണ് നിലവിലെ സൂചനകൾ. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. ജോഷി കുര്യൻ, പാർലമെന്റിനകത്തും പുറത്തും നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ആ പ്രതിഷേധ ചൂടെന്ന്. ഇന്ന് 6ാം ദിവസവും പാർലമെന്റ് സമ്മേളനം സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിന്റെ യഥാർത്ഥ കാരണം കേന്ദ്രം തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായും അവർ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ പുറത്തു വന്ന ദൃശ്യങ്ങളുണ്ടല്ലോ സുജിയ. കാരണം അവിടെ സമരം നടക്കുമ്പോൾ, പ്രതിഷേധം നടക്കുമ്പോൾ ആ വിദ്യാർത്ഥിനികളെ എങ്ങനെയാണ് പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചത്. ഒരു നരനായാട്ടം എന്നൊക്കെ പറയില്ലേ, സമാനമായ രീതിയിൽ ലാത്തി കൊണ്ട് എങ്ങനെയാണ് അവിടെ പിൻഭാഗത്ത് അടക്കം കുത്തുകയും ഇടിക്കുകയും ചെയ്ത് ആ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് തല്ലിയോടിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെ തല്ലിയോടിക്കാൻ ശ്രമിച്ച ഡൽഹി പോലീസ് ഉണ്ടല്ലോ, അത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ പ്രതിഷേധ സ്വാഭാവികമായും സർക്കാർ അറിയേണ്ടതുണ്ട്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട്, ഇത് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുണ്ടായാൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിനുമപ്പുറം രാജ്യത്താകമാനം ഒരു പൊതുപരീക്ഷ കൊണ്ടുവരുമ്പോൾ വിവിധ ബോർഡുകളിലൂടെ പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അതിലൊരു സ്ഥിതി സമത്വം കൊണ്ടുവരാൻ സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം ഗ്രാമീണ മേഖലകളിലെ വിദ്യാർത്ഥികളടക്കം ഈ നീറ്റ് പരീക്ഷയിൽ പിന്നാക്കം പോകുന്നുണ്ട്. അതുകൂടി തടയാൻ വേണ്ടത് സർക്കാർ വൈകാതെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. തെളിവുകളായി ദൃശ്യങ്ങളുണ്ട്, രേഖകളുണ്ട്. എസ് വിജയകുമാർ, ഇതിൽ സുപ്രീം കോടതി തന്നെ പോലീസിനെതിരെ രംഗത്ത് വരുന്നത് നമ്മൾ കാണുമ്പോൾ കേന്ദ്രത്തിന് ഇനി കൈകെട്ടി നോക്കിയിരിക്കാൻ കഴിയുമോ? അമിത്ഷാ മറുപടി പറയേണ്ടി വരില്ലേ? സുജയ പാർവതി, നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായതാണ്. അപ്പോൾ എനിക്ക് ഈ ദൃശ്യങ്ങളൊന്നും കാണാൻ സമയം കിട്ടിയില്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് വളരെ രൂക്ഷമായ വിമർശനം ആ വിഷയത്തിൽ കോടതിയിൽ നിന്നുണ്ടായി. നാളെ അത് വീണ്ടും വാദം കേൾക്കുകയാണ്. ഡൽഹി പോലീസിന് നേരെ കോടതി വിരൽ ചൂണ്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊന്ന്, പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം കുറെ കൂടി കരുത്താർജിക്കുന്നതാണ് നമ്മൾ കണ്ടത്. CJP ഈ സമരം നടത്തി വിജയിച്ചു. പ്രതിപക്ഷം അതിൽ വലിയ റോൾ അവർക്കുണ്ടെന്ന് അവർ ക്ലെയിം ചെയ്യുമ്പോഴും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിഷയം ഉയർത്തി ഒരു സമരം നടത്തുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിക്ക്, ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നു എന്ന സാഹചര്യം ഗുരുതരമാണ്. പ്രതിപക്ഷം അത് ഉപയോഗിക്കുകയാണ് സഭയ്ക്കകത്തും പുറത്തും. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഈ ബില്ല് ഒരു പക്ഷേ നാളെ ഈ ബഹളത്തിനിടയിൽ പാസ്സാക്കുമായിരിക്കും. അപ്പോഴും കേന്ദ്രത്തിനെതിരായ ചോദ്യങ്ങൾ, ഡൽഹി പോലീസിനെതിരായ ചോദ്യങ്ങൾ അത് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. സുജയ പാർവതി. തീർച്ചയായും ദ പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് അമെൻമെന്റ് ബിൽ, ഈ ബില്ല് അല്ലെങ്കിൽ ഈ നിയമം നേരത്തെയും ഉണ്ടായിരുന്നതാണ്. അതിന്മേലുള്ള ഭേദഗതിയാണ് വരുന്നത്. ആ നിയമം നടപ്പിലുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു പരീക്ഷാ ചോർച്ച എങ്ങനെയുണ്ടായി? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നിയമം ആയി ഈ ബില്ല് മാറിക്കഴിയുമ്പോഴും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ നിന്ന് ഉണ്ടാകണം. പരീക്ഷാ മാഫിയക്കെതിരെ നടപടിയെടുക്കാൻ, അവരിൽ നിന്ന് 10 കോടി രൂപ പിഴ ഈടാക്കാൻ, അവർ മൂലം ഭാവി നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് ഉചിതമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചില്ല
എങ്കിൽ വീണ്ടും CJP തെരുവിലിറങ്ങുന്ന സാഹചര്യം തന്നെ കാണേണ്ടി വരും. യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധമാണ്. അവരുടെ മുന്നിൽ ഏതെങ്കിലും തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട്, അതായത് ബാൻഡേഡ് മെക്കാനിസം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നത് കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. വിഷയങ്ങൾ ഒന്നൊന്നായി ഏറ്റെടുക്കാൻ അവർക്ക് ഊർജ്ജം നൽകുന്നതാണ് കേന്ദ്രമന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ഇനി വരുന്ന പ്രഹ്ലാദ് ജോഷി ആയാലും കൃത്യമായി കുറ്റമറ്റ രീതിയിൽ പരീക്ഷാ നടത്തിപ്പ് കൊണ്ടുപോയില്ലെങ്കിൽ അതിന്റെ ചൂട് കേന്ദ്ര സർക്കാരിന് അറിയേണ്ടി വരും. ഈ ടേം പൂർത്തിയാക്കുന്നതിനിടയിൽ അതല്ലെങ്കിൽ ഒരുപാട് പേരുടെ രാജിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകാനും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സുപ്രീം കോടതി പറഞ്ഞ കാര്യം അത് പോലീസിന് നേരെയാണ്. അക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് താഴെയാണ് ഡൽഹി പോലീസ് വരുന്നത്. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ടത് അമിത്ഷായാണ്. ജോഷി, സുജയ, ഈ ഒരു തിരുത്തൽ ശക്തിയായി, തിരുത്തലിനായി DNA ചോദിക്കാത്ത ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പെലറ്റ് ഗണ്ണുകളും ലാത്തിചാർജും പ്രയോഗിക്കാൻ ഡൽഹി പോലീസിന് അനുമതി നൽകിയത് ആരാണ്? ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിന് ഉത്തരം നൽകാതെ ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ്? 10 കോടി രൂപ പിഴയും 10 വർഷം തടവും വ്യവസ്ഥ ചെയ്യുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേവലം പരീക്ഷ എഴുതുന്ന ഏജന്റുമാരെയും ഇടനിലക്കാരെയും മാത്രമാണോ ലക്ഷ്യമിടുന്നത്? അതോ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള വമ്പൻ സ്രാവുകളെ പിടികൂടാൻ ഈ നിയമത്തിന് കരുത്തുണ്ടോ എന്നുകൂടിയാണ് DNA ചോദിക്കുന്നത്.